ഫാക്ടറി. അപ്പം എനിക്ക് എക്സാം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചാളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പം ഇന്ന് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മളൊരു വെജ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കരമായിട്ട് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം കിഡ്സിനൊക്കെ, എന്നെപ്പോലത്തെ കിഡ്സിനൊക്കെ നമുക്ക് ഈ ലഞ്ചിനോ സ്നാക്സിനോ ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാനടുപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. ഞാൻ ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എൻ്റെ സാൻഡ്വിച്ചിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ സാൻഡ്വിച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ 2 ഗാർലിക്കും ഉണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോയും ചിക്കൻ പീസസും ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ടൊമാറ്റോ അത്രയ്ക്ക് ഇഷ്ടമല്ല, അതാണ്. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മയണീസിനുള്ളതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇവിടെ എഗ്ഗ് ഉണ്ട്, നമുക്ക് എഗ്ഗ് വൈറ്റ് എടുക്കാനാണ്. പിന്നെ പെപ്പർ ഉണ്ട്, പിന്നെ സോൾട്ട് ഉണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്, പിന്നെ ഷുഗർ ഉണ്ട്. അപ്പം നമുക്കിനി ക്യാബേജും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ക്യാരറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചെയ്യാം. എൻ്റെ കൈ ഇപ്പം മുടിക്കും. എനിക്ക് പേടിയാണ് ദേശമാണ്. അടുത്ത കാലത്ത് തരുമോ? അപ്പോൾ ഗൈസ്, ഞാൻ ബാക്കി എടുത്ത് കളഞ്ഞു. അപ്പം ഇത്രയും കുഴപ്പമില്ല, തികയുമായിരിക്കും. കണ്ടോ, നല്ലോണം തികയും. നമുക്കിനി എന്താണ്, ക്യാബേജ് എടുക്കാം. കമോൺ. ക്യാബേജ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന പോലും എനിക്കറിയത്തില്ല. ഞാൻ നോക്കി ഗ്രൈൻഡ് ചെയ്തായിരിക്കും. എന്തൊക്കെയാണ് തിരിക്കാനുള്ളതല്ലേ, കുഴപ്പമില്ല. സൈസൊന്നും ഇഷ്ടമില്ല, തെറിച്ച് പോകാൻ പാത്രത്തിലല്ല വരുന്നത്. അപ്പോൾ ഇനി പേപ്പർ വെച്ച് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എനിക്ക് നല്ലോണം അറിയാം കേട്ടോ, ഞാൻ എത്ര നന്നായിട്ട് ചെയ്യും. അമ്മ എത്ര പോലെ. സോ അടുത്തതായി സാൻഡ്വിച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയായ മയണൈസ് ആണ് ഞാൻ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പോകുന്നത്. അപ്പം ഈ മയണൈസിന് ആക്ച്വലി ഗ്യാസ് സ്റ്റവ് വേണ്ട. നമുക്ക് ജസ്റ്റ് വി നീഡ് എ ഗ്രൈൻഡർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എപ്പോഴും ഡ്രൈ ആയിട്ട് വെച്ചാൽ നമുക്കിത് ചെയ്യുമ്പം അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് ഭയങ്കരമായിട്ട് കുളമാകും. നമുക്ക് ആദ്യം എന്താ ചെയ്യാം, മുട്ട എടുക്കാം. അപ്പം ഞാൻ 2 മുട്ട എടുക്കുന്നുണ്ട്. ഇവിടെ വൈറ്റ് മാത്രമേ എടുക്കാവൂ. അപ്പം ഞാൻ എഗ് വൈറ്റ് എടുത്തത് മിക്സിയിലോട്ട് മാറ്റി. സോ പേഴ്സണലി എനിക്ക് എഗ് വൈറ്റ് എടുക്കുന്നത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇറ്റ് ആക്ച്വലി ഫീൽസ് ലൈക്ക് എ സ്ലൈം. ഇനി നമുക്ക് കുറച്ച് വേണ്ടത്ര സോൾട്ട് ഇടാം. ഐ എം ഓൺലി ടേക്കിംഗ് എ പിഞ്ച്. പിന്നെ നമുക്ക് അവസാനം നോക്കാം വേണോ ഇല്ലയോ എന്ന്. അപ്പം നമുക്ക് സോൾട്ട് ആവശ്യത്തിന് ഇടാം. നമുക്കിനി ഷുഗർ എടുക്കാം, പിഞ്ച് മതി, ജസ്റ്റ് ഫോർ ബാലൻസിങ്. ഇനി എനിക്ക് ഗാർലിക് ഇടാം, ഒരു പീസ് മതി.
ഇനി വി ജസ്റ്റ് നീഡ് ആൻ ഓയിൽ. സൺഫ്ലവർ ആണേ. ഓക്കെ, ഇനി നമുക്കിതിൽ ഗ്രൈൻഡറിൽ വെച്ച് അടിക്കാം. അപ്പോൾ ഇതിനകത്തുള്ളത് സൺഫ്ലവർ ഓയിൽ, നമ്മുടെ എഗ് വൈറ്റ് ഉണ്ട്, സോൾട്ട്, ഷുഗർ, പിന്നെ ഗാർലിക്. ഇനി മിക്സ് ചെയ്യാം. നമുക്ക് ഒരു 1 സ്പീഡിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. സോ ഞാൻ രണ്ടാമത്തെ തവണയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ചെയ്തപ്പം അത്രയ്ക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയില്ല. അപ്പോൾ നമുക്കൊന്നും കൂടെ അടിക്കാം. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോൾട്ട് കുറവാന്ന് തോന്നുന്നു. സോൾട്ട് ഇടാം. കിട്ടുന്നില്ല. മതി. നമുക്ക് ഒന്നും കൂടെ അടിക്കാം. ലാസ്റ്റാണ്. ഇപ്പം സെറ്റായി. നമുക്ക് ഇതിനെ വേറൊരു കണ്ടെയ്നറിലോട്ടാക്കാം. സെറ്റ്. അപ്പോൾ നമുക്കിനി നമ്മുടെ മയണൈസ് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്യാം. ഇതെടുക്കാം. വേണ്ട എമൗണ്ടിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ എത്ര മതി? 1 ടീസ്പൂൺ കൊണ്ട് മതി. ഇനഫ്. നമുക്കിനി മിക്സ് ചെയ്യാം. ഇനി ഒരു പെപ്പറും കൂടെ ആഡ് ചെയ്യാം, കുറച്ചും കൂടെ ടേസ്റ്റിന് വേണ്ടി. ഇത്തിരി വേണ്ട എമൗണ്ടിന് ഇത്രയും. ഇങ്ങനെ നമുക്ക് ഇനിയും കൂടെ ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇറ്റ് ലുക്സ് യമ്മി. ഇതാ ഞാൻ പറഞ്ഞ കിഡ്സിനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിനെ ഒന്ന് സ്റ്റീം ചെയ്യാം. എടുത്തു. ദെൻ ഇത് സ്റ്റീമറാണ്. സ്റ്റീമറിൽ ഇനി ഹീറ്റിങ്ങും എല്ലാത്തിനും ഉണ്ട്. നമ്മൾ കൂടുതലും ഈ ബോയിലിങ്ങിനും സ്റ്റീമിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. Now let's wait for some minutes. അപ്പോൾ ഗായ്സ്, നമുക്ക് ഈ ബ്രെഡ് സ്റ്റീം ചെയ്ത് കിട്ടിയിട്ടാണ് ഭയങ്കര സോഫ്റ്റായി. നമുക്കിനി നമ്മുടെ മയണൈസ് മിക്സ് ചെയ്തത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്കിനി ആഡ് ചെയ്യാം. ഞാൻ എടുക്കുമ്പം ലൈക്ക് എപ്പോഴും മെസ്സി ആയിരിക്കും. ഓവർലോഡാണ് എടുത്തത്, കൂടിപ്പോയി മയണൈസ് സൈഡിലൊക്കെ. നമുക്ക് ഈ ഒരു ബ്രെഡ് യൂസ് ചെയ്ത് അടയ്ക്കാം. അവർ സാൻഡ്വിച്ചസ് റെഡി. എൻ്റെ പേര് ഞാൻ ഇട്ടിട്ടുണ്ട്, സാൻഡ്വിച്ച് മയോ ഓവർലോഡ്. ആക്ച്വലി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ കൂടുതൽ പക്ഷേ ടേസ്റ്റ് കാണും. കാരണം മയണൈസ് കൂടുതൽ ടേസ്റ്റ് കാണും. ഇത് എഗ്ലെസ് മയോ അല്ല കേട്ടോ. സൈഡിലൊക്കെ നമ്മൾ മയോ ലൈക്ക് മയോ സാൻഡ്വിച്ച് ഇറ്റ്സ് റെഡി. നമുക്കിനി ഇതിൻ്റെ പുറത്തൊരു ഡെക്കറേഷൻ ഞാൻ ചെയ്യും. കമോ ഫസ്റ്റ് ഞാൻ ഹാർട്ടാണ് ചെയ്യാൻ നോക്കിയത്, പക്ഷെ സർക്കിളായോ എന്നൊരു സംശയം. ഓൾമോസ്റ്റ് ഹാർട്ട്. എവിടേക്കോ ഹാർട്ടായിട്ടുണ്ട്.
സോ എൻ്റെ സീക്രട്ട് റെസിപ്പി എന്ന് പറഞ്ഞാൽ ലവ് ആണ്. അപ്പം ശരി, ബൈ.